ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യുവാനായിട്ടുള്ള സിസ്റ്റം റിക്വയർമെന്റ്സും അതിന്റെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വിൻഡോസ് 11 ലോഞ്ച് നടന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റും വിൻഡോസിന്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് എങ്ങനെ നടത്താൻ സാധിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മളുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം റിക്വയർമെന്റ്സിന്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ കാര്യം നമ്മളുടെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നതാണ്. അതായത് PC-യുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നതാണ്. ഈ ഒരെണ്ണത്തിനകത്ത് നമ്മൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ നടത്താമെന്ന് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ ഒന്ന് നോക്കാം. നമ്മൾക്ക് ഇതിന്റെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് നടത്തുവാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം windows.com എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യാം. windows.com എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. നമ്മൾക്ക് ഇവിടെ ന്യൂ വിൻഡോസ് 11 എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിൻഡോസ് 11ന്റെ ഈ ഒരു പേജിലാണ്. നമ്മൾക്ക് ഇനി താഴോട്ടൊന്ന് കുറച്ച് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗെറ്റ് റെഡി. വിൻഡോസ് 11 is not here yet but will be coming later this year. If you are excited, there are some things you can do in the meantime to get ready എന്ന്. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും ചെക്ക് ഫോർ കോമ്പാറ്റിബിലിറ്റി എന്ന്. നമ്മൾക്ക് ഇവിടെയുള്ള ഡൗൺലോഡ് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഡൗൺലോഡ് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ വിൻഡോസ് PC ഹെൽത്ത് ചെക്കിന്റെ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലീസ് റീഡ് വിൻഡോസ് PC ഹെൽത്ത് ചെക്ക് എഗ്രിമെന്റ് എന്ന്. നമ്മൾക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതാണ്. ഇത് കുറച്ച് ടൈം എടുത്തേക്കാം. നമ്മൾക്ക് അത്രയും നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും ഓപ്പൺ വിൻഡോസ് PC ഹെൽത്ത് ചെക്ക് ആഡ് ഷോർട്ട് കട്ട് ടു ഡെസ്ക്ടോപ്പ് എന്നും. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിലോട്ട് നമ്മൾക്ക് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വെറുതെ ഒന്ന് ടിക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷം നമ്മൾക്ക് ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിൻഡോസ് PC ഹെൽത്ത് ചെക്ക് തുടങ്ങുന്നതാണ്. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും ചെക്ക് നൗ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ബാക്കപ്പ് ആൻഡ് സിങ്ക്, അതായത് സൈൻ ഇൻ വിത്ത് എ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെയുണ്ട്. നമ്മൾക്ക് ഇതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു ചെക്ക് നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഇതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ചെക്ക് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ദിസ് PC can run Windows 11 എന്ന്. Great news, this PC meets all the system requirements for Windows 11 and it's free. We will let you know when it's ready to install എന്ന്. ഇവിടെ നമ്മൾക്ക് ലേൺ മോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ വന്ന ആ സൈറ്റിലോട്ട് തന്നെ നമ്മളെ കൊണ്ടുവരുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ വിൻഡോസ് 11ന്റെയും കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. നമ്മൾക്ക് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാനുള്ള സിസ്റ്റം റിക്വയർമെന്റ്സ് ഇവയൊക്കെയാണ്. നമ്മൾക്ക് ഇതൊക്കെ വിൻഡോസിന്റെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. പ്രോസസ്സർ എന്താണെന്നറിയാം, മെമ്മറി അറിയാം, സ്റ്റോറേജ് അറിയാം, തുടങ്ങിയതൊക്കെ അറിയാം. ഗ്രാഫിക്സ് കാർഡ്, ഡിസ്പ്ലേ, ഇന്റർനെറ്റ് കണക്ഷൻ എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾക്ക് താഴെ TPM എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ വേർഷൻ 2.0 എന്ന് കൊടുത്തിരിക്കുന്നത്. അത് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ എന്താണ് TPM എന്ന് നമ്മൾക്ക് നോക്കാം. TPM എന്ന് പറയുന്നത് TPMന്റെ ഫുൾ ഫോം ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ ആണ്. ഇത് മദർ ബോർഡിലെ ചെറിയ ഒരു ചിപ്പാണ്. ഇത്
ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത്, അതായത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു TPM ആണ്. ക്രിപ്റ്റോഗ്രാഫിക് ഓപ്പറേഷൻ ഒക്കെ നടത്താനായിട്ടുള്ള ചിപ്പാണ് TPM എന്ന് പറയുന്നത്. ഇത് പലരുടെയും കമ്പ്യൂട്ടറിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഈ ഒരു TPM നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് നമ്മൾക്ക് ടൈപ്പ് ഹിയർ ടു സെർച്ചിൽ TPM.msc എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. TPM.msc. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതിന്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ദ TPM ഈസ് റെഡി ഫോർ യൂസ് എന്ന്. അങ്ങനെ വന്നാൽ നമ്മളുടെ കമ്പ്യൂട്ടർ വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലർക്കും ഈ ഒരു TPM അവിടെ, അതായത് TPM ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം വളരെയധികം നന്ദി. See you in the next video. It's me, Alphin, signing out. Goodbye.